കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് നിയമനം. ഇന്നലെയാണ് ജോലി നൽകാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഹർഷീനയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി അടക്കം ഹർഷീന കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നിയമനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ് ഹർഷീന. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ജോലി നൽകാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിക്കുകയുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഹർഷീനയ്ക്ക് ഉറപ്പും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. ഇന്നലെ ഹർഷീന മുഖ്യമന്ത്രിയുമായും അടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു അടിയന്തരമായ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഏതായാലും 2017 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹർഷീനയുടെ വയറ്റിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനു ശേഷം ഈ ഒരു സംഭവവുമായി ഗുരുതരമായ പരാതിയും ഉയർത്തിക്കൊണ്ട് നിരവധി സമരങ്ങളടക്കം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഒരു നീതി ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ, ഭാഗികമായ ഒരു നീതി ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ സർക്കാർ ജോലിയിൽ ഇന്ന് ഹർഷീന പ്രവേശിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് ഹർഷീനയ്ക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ജോലി നൽകാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ജോലി നൽകുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി അടക്കം ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെ ഇന്നലെ ഒരു തീരുമാനമുണ്ടാവുകയായിരുന്നു. ഏതായാലും ഇന്ന് ഹർഷീന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുകയാണ്.